ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നത്. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നത്, കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ വെക്കേഷനൊക്കെ കുട്ടികൾക്ക് നല്ലപോലെ അടിപൊളിയായിട്ട് പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി വെക്കേഷനൊക്കെ തീരാറായി. പരമാവധി എല്ലാവരും കൂടുതൽ സമയം കളികളൊക്കെ കളിച്ച് ചിലവഴിക്കുക കേട്ടോ. ഇനിയിപ്പോൾ വെക്കേഷനൊക്കെ തീരാറായിട്ടുണ്ട് ഏകദേശം. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ ഒരു വെക്കേഷൻ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെയൊക്കെ ആയിട്ടൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കണത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തോളൂ കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചോളൂ കേട്ടോ. എന്ത് അഭിപ്രായമാണെങ്കിലും നിങ്ങൾക്ക് അതിലുള്ള എല്ലാം അറിയിക്കാവുന്നതാണ്. നല്ല രീതിയിൽ അഭിപ്രായങ്ങൾ അറിയിക്കണമെങ്കിൽ ഞാൻ അതിനൊക്കെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ രാവിലെ തന്നെ ബാക്കിയത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തതിന് ശേഷം കേട്ടോ അടുക്കളയിലേക്ക് വന്നത് തന്നെ. രാവിലെ മുറ്റമടിക്കലും ചെടി നനയ്ക്കലും വെയിൽ വന്നതിന് മുന്നേ ചെയ്തിരുന്നു. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ വെയിലായി കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യാനായിട്ട് പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വേഗം ചെയ്തതിന് ശേഷം കേട്ടോ ഇതിനകത്ത് അടുക്കളയിലേക്ക് കയറിയത് തന്നെ. അപ്പോൾ പിള്ളേർ രണ്ടുപേരും എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് കലാപരിപാടി എന്ന് പറഞ്ഞാൽ പാലെടുക്കുക, ചായ വയ്ക്കുക തന്നെ. അപ്പോൾ ഒരു കമൻറ്റിൽ കണ്ടിരുന്നു പാക്കറ്റ് പാലാണ് കുട്ടികൾക്ക് ചായ വയ്ക്കാൻ കൊടുക്കണത്. പാക്കറ്റ് പാൽ എന്ന് പറഞ്ഞാൽ നാടൻ പാൽ തന്നെയാണ് കേട്ടോ. ഞങ്ങളുടെ ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ പാക്കറ്റായിട്ടാണ്, കുപ്പിയിലല്ല കൊടുക്കുന്നത് കേട്ടോ. കമൻറ്റ് കണ്ടപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അത് നല്ല പാൽ, നാടൻ പാൽ തന്നെയാണ്. അപ്പോൾ ഇന്നലെ തലേദിവസം എഴുന്നേറ്റപ്പോൾ മോള് പറഞ്ഞിരുന്നു അവൾക്ക് ഇഡ്ഡലിയും ഓറഞ്ച് ചമ്മന്തി വേണമെന്ന് പറഞ്ഞിരുന്നു. ഓറഞ്ച് ചമ്മന്തി അവർ ഉദ്ദേശിക്കുന്നത് തക്കാളി ചട്നീനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന്ന് എന്തായാലും ഉണ്ടാക്കാമെന്ന് വെച്ച് ഇന്നലെ തലേദിവസം തന്നെ മാവൊക്കെ ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇഡ്ഡലി ഉണ്ടാക്കണതിന് മുന്നേ ഞാൻ ആ ചമ്മന്തി ഉണ്ടാക്കാണ്ട്. അപ്പോൾ ഇത്തിരി ടൈറ്റിലാണ് എല്ലായിടത്തും ഇങ്ങനെ ഉണ്ടാക്കുക. പക്ഷെ ഞാൻ ഇത്തിരി ലൂസായിട്ട് ഉണ്ടാക്കാറ്, ചാറ് ഇത്തിരി കൂടുതലായിട്ട്. അവർക്ക് അങ്ങനെ ടൈറ്റിലിരിക്കുന്നത് അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെ ചട്നിയുടെ പരിപാടികൾ തുടങ്ങാണ്ട്. അപ്പോൾ ഇഡ്ഡലിയുടെ മാവ് ഞാൻ പൊന്തിയൊന്ന് നോക്കിയപ്പോൾ നല്ല രീതിയിൽ പൊന്തിയുണ്ടായിരുന്നു. ഞാനിങ്ങനെ മല്ലിത്തൂക്കിലാണ് ഇഡ്ഡലി മാവ് ആട്ടി വയ്ക്കാറ്. നല്ലതാണ് ഇങ്ങനത്തെ പാത്രത്തിൽ ആട്ടി വയ്ക്കുന്നത്. അപ്പോൾ ഇഡ്ഡലി സോഫ്റ്റ് ആവാനായിട്ട് ടിപ്സ് ഞാനിതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി ചെമ്പ് വെച്ച് കഴിഞ്ഞ് ചൂടാവുന്ന സമയത്ത് ഇഡ്ഡലിയുടെ തട്ടിൽ വെളിച്ചെണ്ണ തേച്ചിട്ട് അതിനകത്ത് ഇറക്കി വെച്ച് ആ ചൂടായിലേക്ക് തട്ടി കഴിഞ്ഞതിന് ശേഷം മാത്രം മാവ് കോരി വയ്ക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അതിൽ നിന്ന് ഇങ്ങനെ വിട്ട് പോരുകയും ചെയ്യും, നല്ല സോഫ്റ്റായിട്ട് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞ ടിപ്സുകളായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. ഇതൊക്കെ ചെയ്ത് ഞാൻ പ്രയോഗിച്ചത് എന്നാണ്. നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്സുകളൊക്കെ തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ മാവ് ആട്ടുമ്പോൾ അതിനകത്ത് 2 3 ഐസും കട്ട ഇട്ടിട്ട് അരക്കുകയാണെങ്കിൽ മാവ് ഇഡ്ഡലി നല്ല സോഫ്റ്റായിട്ട് കിട്ടും, നല്ല പനിയൊന്നും കിട്ടും കേട്ടോ. ജാറ് ചൂടാവാത്ത രീതിയിൽ മിക്സിയിൽ അരക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതും ഓരോ ടിപ്സ് ഞാനിങ്ങനെ കണ്ടിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാനത് ചെയ്ത് നോക്കിയതാണ്. അതും യൂസ്ഫുള്ളായിട്ടുള്ള ഓരോരോ ടിപ്സാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കോട്ടെ. ഇഡ്ഡലി ശരിയാവുള്ള എന്ന് പറയുന്നവർക്ക് ഇങ്ങനത്തെ ടിപ്സുകൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇഡ്ഡലി കിട്ടും. ഞാനും ഒന്നും ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലാണ്ടാണ് ഇവിടേക്ക് വന്നത്. പക്ഷേ എല്ലാം നല്ല രീതിയിൽ ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട്. എനിക്ക് എല്ലാ കറികളും എല്ലാ രീതിയിലും ചെയ്യാനും വയ്ക്കാനും ഇപ്പോൾ ഞാൻ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇഡ്ഡലി ഞാൻ എന്നിട്ട് എടുത്ത് കാണിച്ചു തരാം അതിൻ്റെ സോഫ്റ്റ്നെസ് എങ്ങനെയുണ്ടെന്ന്. അങ്ങനെ ചമ്മന്തി ഒരു തലയ്ക്ക് കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലി ഞാൻ എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. നല്ല വന്നിരിക്കുന്ന ഇഡ്ഡലി കേട്ടോ. ഇങ്ങനത്തെ ഇഡ്ഡലികൾ നിങ്ങൾ അറിയാത്തവർ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാൻ നല്ലതായിരിക്കും കേട്ടോ. കണ്ടോ, ഇഡ്ഡലി നല്ല സോഫ്റ്റായിട്ടുണ്ട്. നല്ല അങ്ങനെ ആടണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നല്ല സോഫ്റ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ പിന്നെ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ മൂത്തത് എഴുന്നേറ്റ് വന്നപ്പോൾ അതിനെ പല്ല് തേപ്പിച്ച് അതിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ അതിന് ചായ വേണം. അപ്പോൾ രണ്ടാമത്തത് ഇതിൻ്റെ പിന്നാലെ എഴുന്നേറ്റ് വന്നിട്ടുള്ളൂ. പക്ഷേ അതിനെ പല്ലേപ്പിക്കുന്നത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി ആ നേരത്ത്. അങ്ങനെ 2 പേര് എഴുന്നേറ്റ് വന്ന് ഇഡ്ഡലിയും ചായയൊക്കെ കഴിക്കാനുണ്ട്. 2 പേർക്ക് ഇഷ്ടമുള്ള ഇതാണ്. റിമോട്ട് പിടിച്ചാണ് ചായ കുടിക്കുന്നത്. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കാണ്ട്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്തോളൂ.